കേരളത്തിലെ ബി.ജെ.പിക്ക് ഇനി പുതിയ ആസ്ഥാന മന്ദിരം തിരുവനന്തപുരത്ത് കെ.ജി. മാരാർ ഭവൻ കേന്ദ്രമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. ഉൾപാർട്ടി കലഹങ്ങൾ നടക്കുന്ന നേതൃയോഗത്തിൽ അമിത്ഷാ പങ്കെടുക്കും. പാർട്ടിയിലെ തർക്കങ്ങൾ ഉൾപ്പെടെ ചർച്ചയായേക്കും. ഇപ്പോൾ പുത്തിരിക്കണ്ടം മൈതാനത്ത് നടക്കുന്ന 4 ജില്ലകളിലെ വാർഡ് തല നേതൃസംഗമത്തിൽ പങ്കെടുക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വി.എസ്. അനു വിവരങ്ങളുമായി നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. അനു, വർഷങ്ങൾക്ക് നീണ്ട കാത്തിരിപ്പിനൊടുവിൽ കെ.ജി. മാരാർ ഭവൻ ഇപ്പോൾ അമിത്ഷാ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ഉദ്ഘാടന ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം പുത്തിരിക്കണ്ടം മൈതാനിയിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുകയാണ്. എപ്പോഴാണ് അദ്ദേഹം സംസാരിക്കുന്നത്? എപ്പോഴാണ് സംസ്ഥാന നേതൃയോഗം അദ്ദേഹം പങ്കെടുക്കുന്നത്? ബിനിൽ, ഏതായാലും വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ബി.ജെ.പി അതിൻ്റെ കേരളത്തിലെ രാഷ്ട്രീയ സംഘടനാ വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ഒരു ദിനമായി ഇന്ന് നമുക്ക് രേഖപ്പെടുത്താം. കാരണം വർഷങ്ങൾക്കിപ്പുറം വലിയ ഒരു, പ്രത്യേകിച്ച് കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയൊരു ഓഫീസിലേക്ക് ബി.ജെ.പിയുടെ പ്രവർത്തനം മാറുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഏറ്റവും പ്രധാനമായും എടുത്ത് പറയാൻ വേണ്ടി കഴിയുക. ഇന്ന് അല്പസമയം മുമ്പാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഇവിടെ ഈ മന്ദിരം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ഈ മന്ദിരവും ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം ഇപ്പോൾ പുത്തരിക്കണ്ടം മൈതാനത്തേക്ക് പൊതുയോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഈ മന്ദിരത്തിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ അതിൻ്റെ ചുക്കാൻ പിടിച്ച ശിവകുട്ടി അദ്ദേഹം നമ്മളോടൊപ്പം ചേർന്നു. ഇന്നിങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഓഫീസിൻ്റെ ഉദ്ഘാടനത്തിലേക്ക് പോവുകയാണ്. എന്ത് തോന്നുന്നുണ്ട്? വളരെ സന്തോഷമുള്ള ദിവസമാണ്. ബി.ജെ.പി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ സ്വന്തമായ ഒരു ആസ്ഥാനം ഉണ്ടാവുകയാണ്. ആ ആസ്ഥാനം ഉണ്ടാവുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആനന്ദകരവും സന്തോഷവും. ഈ നിമിഷം ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം. ഒരു അസുലഭ നിമിഷമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഴുവൻ പ്രവർത്തകർക്ക് ലഭിച്ചത്. കാരണം എല്ലാ അത്യാധുനിക സംവിധാനങ്ങളും സാഹചര്യങ്ങളുമുള്ള ഒരു ആസ്ഥാനമാണ് നമുക്കിവിടെ ലഭ്യമായിരിക്കുന്നത്. അത് ഞങ്ങളുടെ ചിരകാല അഭിലാഷം. തലസ്ഥാന നഗരിയുടെ ഹൃദയഭാഗത്താണ്. എല്ലാ പ്രവർത്തകർക്കും വന്നു പോകാം, അതിനുള്ള സൗകര്യമുണ്ട്. ഒരു ഹെൽപ്പ് ഡെസ്ക് ഇതാകണം. ആ ഹെൽപ്പ് ഡെസ്ക് വിപുലമായി നന്നായി പ്രവർത്തിക്കുകയാണ്. വളരെ ജനങ്ങൾക്ക് പ്രയോജനകരമാണ്. കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികൾ മുഴുവൻ ഇവിടെ നിന്ന് നമുക്ക് ലഭ്യമാവുന്നതാണ്. അതെല്ലാം ജനങ്ങൾക്ക് അങ്ങേയറ്റം പ്രയോജനപ്പെടും. ഈ ഒരു നിർമ്മാണ ഘട്ടത്തിൽ അതിന് പ്രധാനപ്പെട്ട പങ്കുവയ്ക്കാൻ വേണ്ടി കഴിഞ്ഞു. അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഈ നിർമ്മാണ ഘട്ടത്തിൽ അതിൻ്റെ ചുമതല ചെയ്യേണ്ടായിരുന്നല്ലോ, അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ വളരെ സന്തോഷവാനാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനം അമിത്ഷാജിക്കും വേദിയിൽ സദസ്സിൽ ഉള്ള സഹപ്രവർത്തകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ വാർഡ് ലെവൽ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്വാഗതം, പാർട്ടിൻ്റെ സ്വാഗതം. ഇന്ന് നമ്മുടെ പാർട്ടിയുടെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അമിത്ഷാജി ഞങ്ങളുടെ പുതിയ സംസ്ഥാന ഓഫീസ് ഉദ്ഘാടനം ചെയ്ത ദിനമാണ്. അതിൻ്റെ ഒപ്പം നമ്മുടെ മിഷൻ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുന്ന ദിനവും ആണ്. അപ്പോൾ ഇന്ന് 12 ജൂലൈ 2025 പാർട്ടിൻ്റെ ചരിത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട ദിനമാണ്. 110 ദിവസം മുമ്പ് പാർട്ടി എനിക്ക് ഈ ചുമതല തന്നപ്പോൾ, ഈ ഉത്തരവാദിത്വം തന്നപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു, പിന്നെ വികസിത കേരളം കൺവെൻഷനിൽ നിങ്ങളൊപ്പം ഇരുന്നപ്പോൾ പറഞ്ഞു, ഡിസ്ട്രിക്ട് ലെവൽ നേതൃയോഗത്തിൽ പങ്കെടുക്കുന്ന സമയത്തും ഞാൻ പറഞ്ഞു, പാർട്ടിൻ്റെ ഒരു ദൗത്യമാണ് വികസിത കേരളം. അത് നമ്മുടെ ലക്ഷ്യമാണ്. അത് സൃഷ്ടിക്കാൻ ബി.ജെ.പി NDA അധികാരത്തിൽ കൊണ്ടുവരാൻ നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യവും ദൗത്യമാണ്. അതിനുവേണ്ടി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് ആണെന്ന് ഞാൻ അന്ന് പറഞ്ഞു. വികസിത കേരളം കൺവെൻഷൻ്റെ സമയത്തും പറഞ്ഞു, ഇന്നും ഞങ്ങൾ പറയുന്നു. ഈ 110 ദിവസം, കഴിഞ്ഞ 110 ദിവസം പാർട്ടി എന്തെല്ലാം ചെയ്തു എന്ന് ഞാൻ മുമ്പോട്ട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായി പാർട്ടി ഒറ്റക്കെട്ടായിട്ട് ടീം വികസിത കേരളം എന്നായി മാറി.
620 കൂടുതൽ ജില്ലാ ഭാരവാഹി പ്രഖ്യാപിച്ച് എല്ലാവരും പ്രവർത്തനത്തിന് ഇറങ്ങി. 30 വികസിത കേരളം കൺവെൻഷനിൽ പ്രവർത്തകരൊപ്പം ഇരുന്ന് ഈ വികസിത കേരളം എന്ന നരേന്ദ്രമോദിജിയുടെ കാഴ്ചപ്പാട് മുമ്പോട്ട് വെച്ചു. 30 നേതൃയോഗം, ഡിസ്ട്രിക്ട് ലെവൽ നേതൃയോഗം നടത്തി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ടാർഗറ്റ് തീരുമാനിച്ചത് ഇന്ന് അമിത്ഷാജി എന്നോട് പറഞ്ഞു, മൊത്തം 23,000 വാർഡിൽ ഞങ്ങൾ മത്സരിക്കും. എന്നിട്ട് മത്സരിക്കാൻ മാത്രമല്ല, ജയിക്കാനാണ് മത്സരിക്കാൻ പോകുന്നത്.